ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് രസമാണ്. നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെയുള്ള ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു രസം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇതുപോലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരുന്ന വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇടുകല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി രസം പൗഡർ തയ്യാറാക്കുന്നതിനായിട്ട് 4 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മല്ലി, 3/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1/2 സ്പൂൺ കുരുമുളക്. അപ്പോൾ ഈ ചേരുവകളെല്ലാം നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കിയെടുക്കുക. ഒരു 1-1.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചൂടാക്കി കിട്ടും. ചൂടാക്കി എടുത്തു കഴിയുമ്പം നമുക്കിത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഞാനിത് നല്ല ഫൈൻ പൗഡറായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് വാളൻപുളിയാണ്. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി ഉരുട്ടിയെടുത്തത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുളി കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് രസം തയ്യാറാക്കി തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ മാക്സിമം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തീരാറാവുമ്പോഴത്തേനും ഞാൻ ഇതിലോട്ട് 1/2 സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച പൊടികളുടെ കൂട്ടത്തിൽ 1 സ്പൂൺ ഉലുവ ചേർത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് 1/4 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണിലോ കൂടുതൽ ഉലുവ ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞു വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചേരുവകളെല്ലാം ഇപ്പോൾ ഏറെക്കുറെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 2-2.5 മിനിറ്റ് ഒക്കെ നമ്മളിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ചു വച്ചിരിക്കുന്ന രസം പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ പൊടികളൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് സമയക്കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതും കായവും ഒക്കെ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ രസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ അതിന് അതിൻ്റേതായ തനത് രുചി കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൊടികളൊക്കെ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ തക്കാളി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് തക്കാളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം ഞാനൊരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ചേർക്കുന്നത് പരിപ്പ് വേവിച്ച വെള്ളമാണ്. അതായത് ഒരു 1/2 ഗ്ലാസ് പരിപ്പ് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് ഉടച്ചതിന് ശേഷം ആ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ തെളിയാണ് ചേർക്കുന്നത്. പരിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നില്ല. ഒരു സ്പൂൺ പരിപ്പൊക്കെ ഈ വെള്ളം എടുക്കുന്ന സമയത്ത് ഇതിലോട്ട് വന്നിട്ട് കാണും. അപ്പോൾ ആ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് വാളൻപുളി കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ഒരുമിച്ച് ചേർക്കേണ്ട, പകുതി ഒഴിച്ച് ഇളക്കിയൊക്കെ നോക്കി പുളിയുടെ ടേസ്റ്റൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ടുള്ളതുകൊണ്ട് തക്കാളിക്കും കുറച്ച് പുളിയുണ്ടല്ലോ, അപ്പോൾ അത് പ്രത്യേകം നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കായമാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കായമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഈ വെള്ളത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം കൂട്ടിയിട്ട് തിളപ്പിക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളച്ചാൽ മതി. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം നന്നായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണമല്ലോ. അപ്പോൾ നമുക്ക് സാവകാശം തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇതാ ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, ശർക്കരയാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ശർക്കര ചീകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കര ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിതിലോട്ട് പല തരത്തിലുള്ള പല ടേസ്റ്റിലുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു യുണീക്ക് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക. രസം തിളച്ച് കഴിയുമ്പോൾ ഇത് കുറുകി പോയിട്ടുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ വെള്ളം, ചൂടുവെള്ളം ചേർത്തിട്ട് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കുറുകിയിട്ട് ഒരിക്കലും രസം തയ്യാറാക്കി എടുക്കരുത്. നല്ല ലൂസായിട്ട് വേണം ഇത് തയ്യാറായി കിട്ടാനായിട്ട്. ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്ന രസം 6 പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെയുള്ള രസം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസൊക്കെ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇടുക്കിക്കാരി ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. Thanks for watching.